പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും പർപ്പിൾ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു പ്ലാക്കാണ്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ മൈലക്കാട് നാഷണൽ ഹൈവേ 66 ഉണ്ടായ ഈ ആറിവാളിൽ തകർന്നുപോയ സംഭവം ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നത് പർപ്പിൾ മീഡിയയാണ്. പർപ്പിൾ മീഡിയ ഇന്ന് ഇതിൻ്റെ പുരോഗതി വിലയിരുത്തുവാൻ രാവിലെ എത്തുകയും ഈ ആറിവാളിൻ്റെ ഈ റോഡിൻ്റെ പുനർനിർമ്മാണം യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുമെന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻ പറയുന്നത്. ഇന്ന് ഈ പ്രദേശത്ത് രാവിലെ തന്നെ അതിരൂക്ഷമായ മാർഗതടസ്സം ഉണ്ടായിരിക്കുകയാണ്. ഇത് പോലീസും ഫയർഫോഴ്സും ഇടപെട്ട് ഏകദേശം ഒരു 90% പരിഹരിച്ചിട്ടുള്ളതാണ്. എങ്കിൽ തന്നെയും യാത്രക്കാർക്കും വണ്ടി വാഹനങ്ങൾക്കും അതിരൂക്ഷമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആറിവാളം ഈ റോഡും യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കും എന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻകാർ പറയുന്നത്. ഒരുപക്ഷെ ഏകദേശം ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കും എന്നാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വിദഗ്ധന്മാർ പറയുന്നത്. ഇന്ന് രാവിലെ കളക്ട്രേറ്റിൽ മാധ്യമപ്രവർത്തകരും പ്രദേശത്തെ ജനപ്രതിനിധികളും ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഉദ്യോഗസ്ഥന്മാരും വിദഗ്ധന്മാരും ഉള്ള മീറ്റിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരും ദിവസങ്ങളിൽ പർപ്പിൾ മീഡിയ ഇതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ ജനങ്ങളെ അറിയിപ്പിക്കുന്നതാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഈ പ്രദേശം വിസിറ്റ് ചെയ്യുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. 24 മണിക്കൂറും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിരവധി JCBകളും അതുപോലെ തന്നെ എസ്കലേറ്ററുകളും ദ്രുതഗതിയിലുള്ള വർക്കിലാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവർ പൂർത്തീകരിക്കും എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ആറിവാൾ തകർന്ന റോഡിൻ്റെ മുകൾ വശമാണ്. തൊട്ടു താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അനുബന്ധ ആൾക്കാരും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാൻ ശിവാലയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സ്ഥലം വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സംഭവ സ്ഥലം സന്ദർശിക്കുന്നു. KN ബാലഗോപാൽ സന്ദർശിക്കുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സംഭവ സ്ഥലം സന്ദർശിക്കുകയും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുമായി ഇതിൻ്റെ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ പേടിയൊക്കെ ഇവിടെ അവരുടെ CPM ഏരിയ സെക്രട്ടറി കൊട്ടിയം ഏരിയ സെക്രട്ടറി പത്തക്കുടി അദ്ദേഹത്തെ നിയമിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരും നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുമായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അതിൻ്റെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലം ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് SCP പ്രദീപ് കുമാർ എന്നിവരും സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുമായി അദ്ദേഹം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഇതിന്റെ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ അത് മോസ്റ്റ്ലി എണ്ണയ്ക്ക് വൈകിട്ടില്ലെങ്കിൽ ആ സൈഡ് ഇതുപോലെ ആയിട്ടുണ്ടോ? ആ സൈഡ് പൊളിച്ചിട്ടില്ല. ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി സ്ഥലം സന്ദർശിക്കുന്നു. ഹൈവേ ഉദ്യോഗസ്ഥന്മാരുമായി അവർ ചർച്ച നടത്തുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ, ചിഞ്ചുറാണി, CPM-ൻ്റെ കൊട്ടിയം ഏരിയ സെക്രട്ടറി ഫത്തഖുദ്ദീൻ, സ്പെഷ്യൽ ബ്രാഞ്ച് ACP പ്രദീപ് കുമാർ, ഹൈവേ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ചേർന്നുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിൻ്റെ പണി പൂർത്തീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദ്രുതഗതിയിൽ തന്നെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കും എന്നാണ് അവർ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഓക്കെ. അവിടെ എന്താ പറയാ, ഒരു കഥയില്ലാത്ത ആൾക്കാരാണ്. ഒരു കഥയില്ലാത്ത എല്ലാം പകർത്തിക്കണം. ഒരിക്കോ ഗതാഗത തടസ്സം വരുത്തരുത്. അസ്മാർ യൂത്ത് കോൺഗ്രസ് 5 പിള്ളേർ വേളോ കണ്ടായിരുന്നത്. യൂത്ത് കോൺഗ്രസ് പിന്നെ ഷാജനൊക്കെ രണ്ട് വണ്ടി അറിയിക്കോ. ഈ സൈഡിൽ ഇപ്പം പൊട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ അവിടെ ഇത് മണ്ണാണ്. ചിഞ്ചുറാണിയും കെ എൻ ബാലഗോപാലും സംഭവ സ്ഥലം സന്ദർശിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഹൈവേ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പിള്ളേരിലായിരിക്കും സാറേ പണിയുന്നത്. അതാ മണ്ണിട്ട് തേർത്തു. ഇവിടെ ഉണ്ടായ വലിയ ഒരു തകർച്ച ഇന്നലെയാണ്, ഉച്ച കഴിഞ്ഞിട്ടാണ്, വൈകിട്ടോടുകൂടിയാണ് അത് ഉണ്ടായത്. സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന സമയത്തായിരുന്നു. ഈ ഭാഗത്ത് വളരെ താഴ്ചയിൽ മണ്ണിട്ട് പൊങ്ങി വന്നതിൻ്റെ ഡിസൈനിൻ്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഡിസൈനാണ്. എന്തായാലും ഇന്നലെ തന്നെ പാർട്ടി നിർത്തി കൊച്ചുകുട്ടികൾ വന്ന ബസ്സും അതുപോലെ തന്നെ കുറേ വണ്ടികളും അവിടെ വെച്ച് ബ്ലോക്കായിപ്പോയി. അതിനെ മാറ്റി ഇപ്പോൾ ഈ ഭാഗത്തെ മണ്ണ് മാറ്റി ഞങ്ങളോട് സംസാരത്തിപ്പോൾ കളക്ടറോട് ഇന്നത്തെ സംസാരിച്ചിരുന്നു. NHAIയുടെ അതോറിറ്റീസ് വന്നിട്ടുണ്ട്. ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ സംസ്ഥാന സർക്കാരിന് ബന്ധമില്ല. പക്ഷേ NHAI ആണ് ടെക്നിക്കലി നോക്കുന്നത്. കോൺട്രാക്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ NHAIയുടെ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ഈ കാര്യങ്ങളുടെ ഡിസൈൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കാൻ ഇന്ന് തന്നെ അവരുടെ എക്സ്പെർട്സ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വരും എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ റോഡിൽ ഇത്രയും വലിയ ഭാരം വരുന്ന മണ്ണ് അവിടുന്ന് മാറ്റുന്ന പ്രക്രിയയാണ് നടക്കുന്നത്. ആദ്യം നമ്മൾ നൽകേണ്ട പ്രയോറിറ്റി NHന്റെ ഈ ഭാഗത്ത് ട്രാഫിക് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു സൈഡിലേക്കുള്ള വഴി പോകുന്നില്ല, മറിച്ചാണ് പോകുന്നത്. അപ്പോൾ ആ മണ്ണും ഇത്രയും കൂടിയിരിക്കുന്ന സാധനങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ, മണ്ണ് മാറ്റി അവർ ഈ സ്ഥലം വെയിറ്റും അപകട രംഗം മാറ്റിക്കഴിഞ്ഞാൽ അത് അത്യാവശ്യം യാത്ര ചെയ്യാനുള്ള കാർ ചെയ്ത് ശരിയാക്കാൻ പറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ NHന്റെ തടസ്സമുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസൈൻ നോക്കി നമ്മളിപ്പോൾ നിൽക്കുന്ന ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ഇതൊരു പാലം പോലെയാണ്, പാലമാണ്. ഈ വലിയ താഴെ ഈ മൈലക്കാടിൻ്റെ പ്രത്യേകത പണ്ട് മുതലേ ഇവിടെ യാത്ര ചെയ്യുന്നവർക്കറിയാം. വലിയ ഒരു താഴ്ചയിലേക്ക് വന്നിട്ട് കയറുന്നൊരു വലിയ കുഴിപോലുള്ള സ്ഥലമാണ്. കായലിൻ്റെയോ ഒരു വയലിൻ്റെയോ ഒക്കെ സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പോലെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഡിസൈനർ നോക്കുമായിരിക്കും. ഡിസൈൻ നോക്കേണ്ട എക്സ്പെർട്സാണ് അവർ.
ചെയ്യുമെന്നാണ് പറയാറുള്ളത്. ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോൾ നാട്ടുകാരുടെ വളരെ സംയോജിതമായ ഇടപെടലുണ്ട്. വാഹനം ഓടിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഓടി വന്ന കുട്ടികളെ രക്ഷപ്പെടുത്തി. എന്നാലും അവിടെ വെച്ച് ആ സ്ലൈഡിങ് ആ മണ്ണൊക്കെ നിന്നു. അപ്പോൾ അത് ആദ്യം ഇത് ഈ അവാർഡ് ലളിതമാക്കുക, ഇതൊരു വാഹനം വരിക, പെട്ടെന്ന് തന്നെ ഒരു ഡിസൈൻ കൊടുക്കുക. ബാക്കി ഇതിൻ്റെ നടപടിക്രമങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ ഏജൻസി ഇതിനെ ചെയ്യും നോക്കണമെന്ന് ഗവൺമെൻറ് അഭിപ്രായം. അവരുടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭാഗത്തും നേരത്തെ മലബാർ മേഖലയിൽ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ടായിരുന്നു. ഇവിടെയും പല സ്ഥലത്തും ഈ എംബാങ്ക്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ ഫില്ലിങ് വന്നേക്കുന്ന സ്ഥലങ്ങളിലെ പ്രശ്നങ്ങൾ നേരത്തെ വടക്കൻ മേഖലയിൽ കോഴിക്കോട് കണ്ണൂരൊക്കെ വന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് വേറൊരു കമ്പനി വേറൊരു മേഖലയാണ്. പക്ഷേ അതുപോലുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് വളരെ ഗൗരവമായിട്ട് ഗവൺമെൻറ് ആവശ്യപ്പെടും. ഇത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉത്തരവാദിത്തം പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടും. ഇന്നലെ തന്നെ നമ്മുടെ പിഡബ്ല്യുഡി മന്ത്രി ഗവൺമെൻറ്റുമായി NHAIയുമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റുമായിട്ട് പിഡബ്ല്യുഡിക്കാം ഉപരിതല മന്ത്രാലയത്തിന് തന്നെ കത്തയച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അടിയന്തരമായിട്ട് അവർ ഈ വരുന്ന റിപ്ലൈ വന്നിട്ടുണ്ടെന്നും അവിടെ ഓഫീസിൽ പറഞ്ഞു. എന്തായാലും അത് സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ ഡിസൈൻ സംബന്ധിച്ച് പറഞ്ഞു. ഓരോ സംസ്ഥാനത്തിലും ഓരോ മണ്ണിനും ഓരോ പ്രദേശത്തിനും ഓരോ ഡിസൈനാണ്. നോർത്ത് ഇന്ത്യയിലെ മണ്ണല്ല, അല്ലെ തമിഴ്നാട്ടിലെ മണ്ണല്ല, ആന്ധ്രയിലെ മണ്ണല്ല, കേരളത്തിൽ ഇവിടെ ചെളിയും വയലും വെള്ളവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അത് നോക്കി അടിയന്തരമായിട്ട് നടപടി സ്വീകരിക്കണം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളിൽ തുടർ നടപടിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. യാത്ര സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് ഞങ്ങളുടെ ഔദ്യോഗിക യോഗം വിളിക്കാനായിട്ട് ചില പരിമിതികളുണ്ട്. കാരണം ഇലക്ഷൻ്റെ നോംസ് ഉണ്ട്. ഇന്നത്തെ വീട്ടുകളോ വളരെ വ്യത്യാസമുള്ള കാര്യത്തിലാണ് വിളിക്കാം. ഇല്ലാത്ത ഇങ്ങനെ നോംസ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനത്തെ യോഗത്തിനായിട്ട് ഞങ്ങൾ വിളിക്കുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നത് മോണിറ്റർ ചെയ്യുന്നു. CM-ൻ്റെ ഓഫീസിൽ ജനങ്ങളുടെ വലിയ സഹായം പിന്തുണ ഈ കാര്യത്തിനകത്ത് ഇടപെട്ടു എന്നുള്ളത് പ്രത്യേകം എടുത്ത് അവരെ അഭിനന്ദിക്കണം. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പോൾ ആളുകൾ അന്തം വിട്ട് അങ്കലാപ്പിലായിപ്പോയി. ആ സമയത്ത് നാട്ടുകാരെല്ലാം കൂടി വന്ന് അതിനകത്ത് സമാധാനം ഉണ്ടാകുന്നത് പോലീസ് ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ശിവാലയ കൺസ്ട്രക്ഷൻ ഈ ഒരു റീച്ചിൽ നിരവധി അപകടം ഒരാൾ മരിക്കുകയും ഒരാളുടെ കൈയെത്തുകയും ഒരു തൊഴിലാളികൾക്കും സുരക്ഷയില്ല, ഇതൊന്നും മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ഈ ഒരു റീച്ചിലാണ് ഈ കൺസ്ട്രക്ഷനായി നടക്കുന്ന സമയത്തുള്ള ആദ്യത്തെയും മറ്റ് കാര്യങ്ങളുടെയും കാര്യങ്ങൾ പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിനേക്കാളും ഉപരി അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, അല്ലാത്തല്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡിസൈൻ്റെ പ്രശ്നമാണ്, ഡിസൈനിൻ്റെ തന്നെ പ്രശ്നമാണ്. ഡിസൈൻ എന്ന് പറയുമ്പോൾ EPC മോഡൽ അവർ തന്നെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് IIT പോലുള്ള